എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ IPL 2024 പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. സീസണിലെ 9ാം റൗണ്ട് പോരാട്ടത്തിൽ ലക്നൌവിനെ അവരുടെ തട്ടകമായ എക്കാന സ്റ്റേഡിയത്തിൽ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടു കൂടിയാണ് രാജസ്ഥാൻ സീസണിലെ പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യുന്ന ആദ്യ ടീമായി മാറിയിട്ടുള്ളത്. 6 പന്തുകൾ ശേഷിക്കെ 7 വിക്കറ്റിനായിരുന്നു രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ LSCയുടെ തുടക്കം വളരെ മോശമായിരുന്നെങ്കിൽ പോലും ക്യാപ്റ്റൻ ഇന്നിങ്സുമായി KL രാഹുലും ദീപക് ഹൂഡയും ചേർന്നതോടുകൂടി വളരെ മികച്ച സ്കോറിലേക്ക് LSC എത്തി. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസായിരുന്നു LSC ഇന്നലെ നേടിയത്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ തുടക്കം വളരെ മികച്ച തന്നെയായിരുന്നു. ഓപ്പണിങ്ങിൽ ബട്ട്ലറും SC ജയ്സ്വാളും ചേർന്ന സഖ്യം വളരെ മികച്ച രീതിയിൽ തന്നെ റൺ റേറ്റ് ഉയർത്തി. എന്നാൽ ആ ഒരു ഇന്നിങ്സുകൾക്ക് അധികം ദീർഘമുണ്ടായില്ല. 19ാം ഓവറിൽ രാജസ്ഥാൻ വിജയലക്ഷ്യം ഭേദിക്കുകയായിരുന്നു. രാജസ്ഥാന് വേണ്ടി ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. സോ T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് സെലക്ഷൻ ഇന്നോ നാളെ പ്രഖ്യാപിക്കാനിരിക്കെ വിക്കറ്റ് കീപ്പർമാരുടെ പോരാട്ടം എന്ന രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ LSC വേഴ്സസ് RR ഇരു ടീമിലെ വിക്കറ്റ് കീപ്പർമാർ, അതിലുപരി ഇരു ടീമിലെ ക്യാപ്റ്റന്മാർ വളരെ മികച്ച പ്രകടനമായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. LSCയുടെ ടോപ്പ് സ്കോറർ അവരുടെ ക്യാപ്റ്റൻ KL രാഹുൽ തന്നെയായിരുന്നു. 48 പന്തിൽ 76 റൺസായിരുന്നു അദ്ദേഹം നേടിയത്. ദീപക് ഹൂഡ 31 പന്തിൽ 50ഉം ആയുഷ് ബദോനി 18 റൺസും നേടിയിട്ടുണ്ട്. RRന് വേണ്ടി സന്ദീപ് ശർമ്മ തൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ ഫോം അതേപടി ഇന്നലെയും പുലർത്തിയിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 2 വിക്കറ്റ് അദ്ദേഹവും നേടിയിട്ടുണ്ട്. രവിചന്ദ്രൻ അശ്വിനും ട്രെന്റ് ബോൾട്ടും ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. LSC ഇന്നിങ്സിൽ ക്യാപ്റ്റൻ KL രാഹുൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ മറ്റൊരു മുഖമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇന്നിങ്സിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. സീസണിൽ വളരെ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഞ്ജു ഇന്നലെ സീസണിൽ തൻ്റെ 4ാം അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു. 33 പന്തിൽ 71 റൺസായിരുന്നു സഞ്ജു നേടിയത്. ധ്രുവ് ജുറൽ 34 പന്തിൽ 52, ജോസ് ബട്ട്ലർ 18 പന്തിൽ 34 റൺസും നേടിയിട്ടുണ്ട്. LSCക്ക് വേണ്ടി മാർക്കസ് സ്റ്റോയിനിസ്, അമിത് മിശ്ര, യശ് താക്കൂർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ടായിരുന്നു. സോ സീസണിലെ 8ാം വിജയമായിരുന്നു LSCക്കെതിരെ രാജസ്ഥാൻ റോയൽസ് നേടിയെടുത്തിട്ടുള്ളത്. വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് തന്നെ അവർ നിലനിൽക്കുന്നുണ്ടൊപ്പം IPL 2024 പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്ന ആദ്യ ടീമായും രാജസ്ഥാൻ റോയൽസ് മാറിയിട്ടുണ്ട്. 9 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 8 വിജയവും 1 പരാജയം ഉൾപ്പെടെ 16 പോയിൻ്റാണ് രാജസ്ഥാൻ റോയൽസിന് ഉള്ളത്. തോറ്റെങ്കിലും ലക്നൗ സൂപ്പർ ജയൻസ് പോയിന്റ് ടേബിളിൻ്റെ 4ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. 9 മത്സരം 5 വിജയം 4 പരാജയം ഉൾപ്പെടെ 10 പോയിൻ്റാണ് LSCക്ക് ഉള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.